ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ജിസ്ന സലീം ഉണ്ടല്ലോ, എന്താ പറയലെന്ന് വെച്ചാൽ അവർ അമ്പലത്തിൽ പോയി റീൽസ് ഇടും കാര്യങ്ങളും അതേമാതിരി തന്നെ കൃഷ്ണൻ്റെ പാട്ടുപാടൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അവർ കാശ് ഉണ്ടാക്കിയത് യൂട്യൂബിലൊക്കെ ഫേമസ് ഒക്കെ ഇട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ അവരുണ്ടല്ലോ അമ്പലത്തിൽ പോയി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ശേഷം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മതത്തെ പറ്റിയിട്ട് കുറ്റം പറയലും അവൾ ഷാളിടൂല എന്നും എനിക്ക് ഏത് മതമില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നം കാര്യങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2-3 കേസുകളും ഇഷ്ടം പോലെ ഉണ്ട് അവൾക്ക്. പിന്നെ അമ്പലത്തിൽ കയറി എഴുതുന്നൊക്കെ പറഞ്ഞ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ അൻസാരിസ്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് കേട്ട് നോക്കി. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു എളിയവനാണ്. എപ്പോഴെങ്കിലും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഞാനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പെൺകുട്ടി വരച്ചതിന്റെ പേരിൽ, ആ പെൺകുട്ടി റീൽസ് ചെയ്തതിന്റെ പേരിൽ അതിൻ്റെ ഒന്നും ആവശ്യം, അതൊക്കെ അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് അതൊക്കെ ചെയ്യാം, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിരുന്നത്. ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിന്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസ് കൊടുത്തു. നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണല്ലേ? എന്തേ കാരണം? ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെറ്റ്, ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല. അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു. ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്ര നടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു. അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത്. ഒരു മുസ്ലിം, ആ പെൺകുട്ടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഒരു മുസ്ലിം പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കമന്റിൽ എഴുതി. അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ, അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ്. നിങ്ങൾ അപ്പോൾ അതായതാനായിട്ട് അൻസാരിസ്ത പറയുന്ന ഓരോ കാര്യങ്ങൾ ജിസ്ന സലീമിനെ കുറിച്ചിട്ടാണ്. പിന്നെന്താ പറയലെന്ന് വെച്ചാൽ അവൾ ഏത് വീഡിയോസ് ഇട്ടാലും ആരും ഒരു സപ്പോർട്ടായിട്ടും കാര്യങ്ങളും ഇല്ല കേട്ടോ. പിന്നെ അധികം നല്ല കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ച് എല്ലാവരും വാങ്ങും. പിന്നെ ഹിന്ദുക്കളൊക്കെ നല്ല വാങ്ങും, ഓരോ വീട്ടിൽ വെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചേച്ചി ഒരു വീഡിയോസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിനി ഇങ്ങനെ വീട്ടിൽ കട തുറന്നപ്പോൾ ഇങ്ങനെ കടയിൽ ഇങ്ങനെ ഫോട്ടോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അന്ന് തൊട്ടിൻ്റെ കഷ്ടകാലേനു, അത് പിന്നെ ഒട്ടും നല്ലതല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കുറേ മുമ്പ് കേട്ടോ. അവിടെ നിന്ന് കേട്ട് എല്ലാതാരും പിന്നെ വീഡിയോസും അങ്ങനത്തെ ഫോട്ടോ കാര്യങ്ങളൊന്നും ആരും വല്ലാതെ വാങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പോഴും വല്ലാതെ ഒന്നും പിന്നെ ഫോട്ടോ കാര്യങ്ങളൊന്നും ഇപ്പോൾ വല്ലാതെ ഓടുന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർക്ക് പടം വരച്ച് അങ്ങനത്തെ ഒക്കെ പിന്നെ കാശുണ്ടാക്കല്ല ഇതൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഉടായിപ്പോയിട്ട് വന്നിട്ടല്ലേ കേട്ടോ. പിന്നെന്താ പറയാനില്ലെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ കുറിച്ചിട്ടൊരു വോയിസ് പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കിയേ. അതെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ഞാനൊരു യൂട്യൂബറാണ്. എന്തായിരുന്നു? ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി മാത്രമാണ്. എന്നോട് ആരാ പറഞ്ഞത് ഞാൻ കുറുവങ്ങാട് പിന്നെ മഹല്ലാണ്? നീ എടി പോടി എടാ പോടാന്നുള്ള സംഭാഷണം വേണ്ട, മാന്യമായി സംസാരിക്കാം. നീ എന്ന് വിളിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിങ്ങൾ എന്ന് വിളിക്കേണ്ട ആവശ്യമല്ല. ഓക്കെ, അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിന്നെ മഹൽ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? നിങ്ങൾ കുറുവങ്ങാട് മഹൽ കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഏതൊരു ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ വോയിസ് നിങ്ങൾക്ക് മഹൽ കമ്മിറ്റിന്ന് പുറത്താക്കാൻ നിൽക്കുന്നത് അല്ല, നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളെന്നല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും. എങ്ങനെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് ചെയ്യാം. ഏത്? യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യമാണോ? ഏത് കള്ളത്തരം പറയുന്നത് നിന്റെ ദീനിൽ പറ്റൂലേ? എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത്? ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് പിന്നെ മഹല് കമ്മിറ്റിയിൽ വരിക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ മഹല് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് ചോദിച്ചു? ഏത്? നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് അല്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം.
നിങ്ങൾ പരസ്യമായി ഹലോ ജസ്ന സലീം, നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, എനിക്ക് ഒരു നേരത്തെ അരി ആഹാരം നീയോ നിന്റെ അല്ല കാട് കയറണ്ട. ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. കാട് കയറണ്ട. അല്ല നിങ്ങളുടെ നാട്ടിൽ ഭാര്യമാരും പെങ്ങളുമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ? അല്ല അത് നിങ്ങളുടെ ജസ്ന സലീം, നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും പിന്നെ സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം ജസ്ന സലീം. അപ്പൊ ചെയ്യേണ്ടത് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യ മതസ്ഥരൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും. ജസ്ന നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഈ അന്യ മതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അതാണ് ആ ചോദ്യം. നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്ന സലീം. അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം. ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. മദ്രസകളിൽ ജസ്ന ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതന്. ഞാൻ പണ്ഡിതനൊന്നും അല്ല. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ജസ്ന സലീം എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയുക. നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന് മറുപടി ഉണ്ടോ? ഒരു കാര്യം എന്തെല്ലാം കാര്യങ്ങളാണല്ലേ അവർക്ക് അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ എന്തിനു ഉസ്താദ് ഇങ്ങനത്തെ ആള് പിന്നെ അങ്ങനത്തെ ആളോട് സംസാരിക്കുന്നത്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒട്ടും ഒരു ഇതില്ല, എന്തിനാ അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് ഉണ്ടായി കേട്ടോ. പക്ഷെ അവൾക്കെതിരായിട്ട് ഒറ്റ കമന്റും ഇല്ല. അവൾക്ക് ഉസ്താദിനെതിരായിട്ടില്ല കമന്റിൻ്റെ ഉള്ളു കേട്ടോ. അവളും വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദ് എന്താണെന്ന് വെച്ചാൽ ഈ മതത്തെ പറ്റി ഇങ്ങനെ തെറ്റിദ്ധാരണ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് കേട്ടോ വിളിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അവൾക്ക് ഒട്ടും മറുപടി ഇല്ല കേട്ടോ. അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ മേലെ പിന്നെ ഇതാക്കാനാണ് നോക്കണതില്ലേ. ആ വോയിസിൽ തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പിടിച്ച് ഹോളെന്ന ഓപ്ഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.